ഇപ്പോഴത്തെ ഒരു കാലത്ത് മുടി നരയ്ക്കാനായിട്ട് പ്രായം ഒരു ഘടകമേ അല്ല. ചെറിയ കുട്ടികൾക്ക് പോലും മുടിയൊക്കെ നരച്ച് വരാറുണ്ട്. ഇന്നത്തെ നമ്മുടെ ഹെയർ ഡൈ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കെമിക്കലുകൾ അലർജി ഉള്ളവർക്ക് മാത്രമല്ല, ചിലർക്കൊക്കെ നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ തന്നെ അലർജി വരാറുണ്ട്. അതിൽ ഹെന്നയോ നീലാംബരിയോ ഒക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ഇതൊന്നും ഉപയോഗിക്കാതെയാണ് കേട്ടോ. എന്നാൽ 100% എഫക്റ്റീവും ആണ്. അപ്പം വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു കളറ് തന്നെ നമ്മുടെ മുടിക്ക് കിട്ടും. അതും ഏകദേശം ഒരു 1.5 മാസത്തോളം ലോങ് ലാസ്റ്റിങ്ങും ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഈ ഒരു ഹെയർ ഡൈ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കോഫി പൗഡറിലാണ് കേട്ടോ. അതിനുവേണ്ടി ഒരു സോസ് പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് അളന്നെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഫിൽറ്റർ കോഫി ഇതിനു വേണ്ടി എടുക്കരുത്. കുറച്ച് ക്വാളിറ്റിയൊക്കെയുള്ള നല്ല കോഫി പൗഡർ നോക്കി വേണം കേട്ടോ ഇതിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 3/4 ഗ്ലാസോളം നമ്മൾ തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഡെക്കോഷനിലാണ് നമ്മൾ ഇന്ന് ഡൈ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇതൊരു പാത്രത്തിലേക്ക് ഇത് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു ഇളം ചൂടുണ്ട് കേട്ടോ. നമ്മൾ കൈയൊക്കെ ഇടുമ്പം ആ ഒരു പാകത്തിനുള്ള ചൂടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കൈപ്പിടി അളവിന് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില നമ്മുടെ മുടി കറുപ്പിക്കാൻ മാത്രമല്ല, മുടി നല്ല ഉള്ളോട് കൂടി വളരാനും സഹായിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ്. ഒരു 2-3 പനിക്കൂർക്കയുടെ ഇല അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയത് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡൈ ഒക്കെ മുടിയിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് നീരിളക്കവും പനിയുമൊക്കെ വരുന്നവർക്ക് ഇതുപോലെ 1-2 പനിക്കൂർക്ക ഇല ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെണ്ടയ്ക്കയാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരെണ്ണം മതി കേട്ടോ. പലരും മുടി ഡൈ ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നൊരു പ്രശ്നമാണ് മുടി വല്ലാണ്ട് ഡ്രൈ ആവുന്നു, റഫ് ആവുന്നു എന്നൊക്കെ ഉള്ളത്. നമ്മൾ ഡൈ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലൊരു വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിലും മുടി നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഈ ഒരു ഡൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയാനായിട്ട് ഷാമ്പുവോ താളിയോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട. ഇനി ഇത് അടച്ച് 2 മണിക്കൂർ നേരം കുതിരാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു ഇളം ചൂടുവെള്ളത്തിൽ കിടന്ന് ഇതൊക്കെ നല്ലപോലെ കുതിർന്ന് കിട്ടിയതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് ഇതിനെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത്. ഇനി ഇത് നമ്മൾ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കുന്ന സമയത്ത് ഇരുമ്പിൻ്റെ പാത്രത്തിൽ വേണം കേട്ടോ തയ്യാറാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ മാത്രമാണ് നമ്മുടെ മുടിക്ക് നല്ലപോലെ ഒരു കളറ് കിട്ടത്തുള്ളൂ. ഇപ്പം നമുക്ക് ഈ ഒരു രീതിയിലാണ് ഹെയർ ഡൈ കിട്ടിയിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമ്മുടെ മക്കൾക്കൊക്കെ മുടി കഴുകാനായിട്ട് ഒരു താളിയായിട്ടും ഉപയോഗിക്കാം കേട്ടോ. അതിനായിട്ട് ഇത് നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു നീരുണ്ടല്ലോ അത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. ഇപ്പം നമ്മൾ ഹെയർ ഡൈ ആണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് നല്ലതുപോലെ ചൂടാക്കിയിട്ട് ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കുന്നുണ്ട്. നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഹെയർ ഡൈ 100% നാച്ചുറലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയൊന്നും കൊഴിയത്തില്ല. മാത്രമല്ല ഏത് അലർജിക് പ്രോബ്ലം ഉള്ളവർക്കും ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കാവുന്നതാണ്. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ ഹെയർ ഡൈ നല്ലതുപോലെ തിളച്ച് വറ്റി കുറുകി വന്നിട്ടുണ്ട്. അപ്പം തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്ലാക്ക് ഹെന്നയാണ്. ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയെടുത്തതാണ് കേട്ടോ. ബ്ലാക്ക് ഹെന്ന പൗഡർ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാത്താ പൗഡറാണ്. ബ്ലാക്ക് ഹെന്നയും കാത്താ പൗഡറും നമ്മുടെ മുടി പെട്ടെന്ന് കളറ് പിടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് പിടിച്ച കളറ് കുറേ നാൾ ഏകദേശം ഒരു 1.5 മാസത്തോളം നിലനിർത്താനും സഹായിക്കും. പണ്ട് കാലം മുതലേ മുടി കറുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കേട്ടോ കാത്താ പൗഡർ. ഞാനിപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് വാങ്ങിയത്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും അടുത്തുള്ള അങ്ങാടിക്കടയിൽ ചോദിക്കുകയാണെങ്കിൽ അവിടെയും കിട്ടും കേട്ടോ. കുറച്ച് സ്റ്റിക്നെസ് ഉള്ള ഒരു പൗഡറാണ് കാത്താ പൗഡർ. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ കളറ് അതുപോലെ തന്നെ നിലനിർത്തും. ഏതൊക്കെ നാച്ചുറൽ ഹെയർ ഡൈ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ മുടിക്ക് കളറ് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് കളർ ചെയ്ത് നോക്കൂ. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ ഒരു ഡൈയുടെ കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിപ്പം നമ്മൾ രാവിലെ തയ്യാറാക്കി വെച്ച നമ്മുടെ ഹെയർ ഡൈ ആണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 2 മണിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പാകത്തിന് നമ്മുടെ ഹെയർ ഡൈ ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഹെയർ ഡൈ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടിയിൽ ഒട്ടും തന്നെ എണ്ണമെഴുക്കുണ്ടാകാൻ പാടില്ല. നല്ലതുപോലെ ഷാമ്പു വാഷ് ചെയ്ത് ഉണങ്ങിയ മുടിയിലേക്ക് വേണം ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്ന കളറിലെ ഈ ഒരു കളറ് തന്നെ നിങ്ങളുടെ മുടിക്കും കിട്ടും. അത് ഒരുപാട് കാലം ആ ഒരു കളറ് നിലനിൽക്കുകയും ചെയ്യും കേട്ടോ. നമ്മളിതിലേക്ക് കാത്താ പൗഡർ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഹെയർ ഡൈ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയാനായിട്ട് ഷാമ്പുവോ താളിയോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട. ഇതിൽ നമ്മൾ വെണ്ടയ്ക്ക ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ വെള്ളത്തിൽ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കി ഒരു കൺസിസ്റ്റൻസി കിട്ടും. പാർലറിലൊക്കെ പോയി നമ്മൾ മുടി ഡൈ ചെയ്ത് കഴിയുമ്പം എങ്ങനെയാണോ നമ്മുടെ മുടി കിടക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ കൊണ്ട് വീട്ടിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെയർ ഡേയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.